നമുക്കൊരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യാം. മൂന്നാൾക്കാർ തമ്മിൽ സംസാരിച്ച് അതിനുശേഷം ഒരാളങ്ങ് പോയി. അപ്പോൾ മറ്റേ ആൾ ഒരു സംശയാസ്പദമായിട്ട് മറ്റേ ആളോട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? അതാണ് ആദ്യത്തെ സെൻറ്റൻസ് ഇവിടെ എഴുതിയിരിക്കുന്നത്. തുമേ ക്യാ ലഗ്താ ഹേ കി വോ ജൂട്ട് ബോൽ രഹാ ഹേ? ഓ കള്ളത്ര പറയുന്നത് എനിക്ക് തോന്നുന്നുണ്ടോ എന്ന്. ഇവിടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തുമേ ക്യാ ലഗ്താ ഹേ, തുമേ ക്യാ ലഗ്താ ഹേ, തുമേ ക്യാ ലഗ്താ ഹേ, പല പല ഉദാഹരണങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു ഉദാഹരണം നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തെന്നുള്ളൂ. തുമേ ക്യാ ലഗ്താ ഹേ, എനിക്കെന്താ തോന്നുന്നു, ഇന്ന് മഴ പെയ്യും തോന്നുന്നുണ്ടോ? തുമേ ക്യാ ലഗ്താ ഹേ ഈ അച്ഛ ഐറ്റം ഹേ, ഇത് നല്ല ഐറ്റമാണോ? ഈ സാമാൻ അച്ഛ ഹേ, ഈ സാധനം അച്ഛാണ്, നല്ലതാണോ? തുമേ ക്യാ ലഗ്താ ഹേ, എനിക്കെന്താ തോന്നുന്നത്? ഓ കള്ളത്തരം പറയാം. ചൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളവ് എന്നുള്ളതാണ്. സച്ചിൻ്റെ ഓപ്പോസിറ്റ്. സച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം. ചൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളവ്. ബോൽ രഹാ ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുക. നമ്മൾ കേട്ടിട്ടില്ലേ, ബോലോ അരേ ബോലോ, നീ പറയൂ, അരേ ബോൽന, അങ്ങനെയും പറയൂ, നീ പറയടാ, അരേ ബോൽന, അരേ ബോലോ, നീ പറയൂ. അപ്പോൾ ബോൽ രഹാ ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നു എന്നുള്ള, പറയുക എന്നുള്ള, പറയുന്നു എന്നുള്ളതാണ്. അവൻ പറയുന്നു, കളവ് പറയാന്നുള്ളത് നിനക്ക് തോന്നുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തുമേ ക്യാ ലഗ്താ ഹേ, നിനക്കെങ്ങനെയാണ് തോന്നുന്നത്? തുമേ ക്യാ ലഗ്താ ഹേ, തുമേ ക്യാ ലഗ്താ ഹേ, അല്ലെങ്കിൽ ആപ്കോ ക്യാ ലഗ്താ ഹേ. ആപ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ, നമ്മളെ കാട്ടി ഒരു ബഹുമാനം കൊടുക്കേണ്ട ഒരു മുതിർന്ന ആളാണെന്നുണ്ടെങ്കിൽ ആപ്കോ എന്ന് പറയാം. സാധാരണ നമ്മൾ അതേ ഏജിലുള്ള ആൾക്കാരോട് താങ്കൾ എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തുമേ ക്യാ ലഗ്താ ഹേ എന്ന് പറയാം. മറ്റേത് ആപ്കോ ക്യാ ലഗ്താ ഹേ, ആപ്കോ ക്യാ ലഗ്താ ഹേ. കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്നാണെന്നുള്ളത്. അതിപ്പം കീ പറഞ്ഞിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. തുമേ ക്യാ ലഗ്താ ഹേ വോ ചൂട്ട് ബോൽ രഹാ ഹേ, അല്ലെ തുമേ ക്യാ ലഗ്താ ഹേ കീ വോ ചൂട്ട് ബോൽ രഹാ ഹേ, അവൻ കള്ളത്തരം പറയാമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അപ്പം മറ്റേ രണ്ടാമത്തെ സെൻറ്റൻസ് വരികയാണ്. അന്നേരം തന്നെ അയാൾ തിരിച്ച് മറുപടി പറയുന്നത് എന്താണെന്നറിയാം? മുജേ ലഗ്താ ഹേ, എന്താ പറഞ്ഞേ? മുജേ ലഗ്താ ഹേ തുമാരാ ദിമാഗ് ഖറാബ് ഹോ ഗയാ. എനിക്ക് തോന്നുന്നത് തുമാരാ ദിമാഗ്, നിൻ്റെ തലച്ചോറിനാണ് കേട് പറ്റിയിരിക്കുന്നത്, എൻ്റെ ബ്രെയിനിനാണ് കേട് പറ്റിയിട്ടുണ്ടെന്ന്. ഖറാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട് പറ്റി, വെടക്കായി, കുഴപ്പമായി, അതിനൊക്കെയാണ് ഖറാബ് എന്ന് പറയാം. അപ്പോൾ ഈ സാധനം ഖറാബായിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ സാധനം കേട് പറ്റിയിട്ടുണ്ടെന്നാണ്. ഖറാബായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട് പറ്റിയിട്ടുണ്ട്. ഇവിടെ പറഞ്ഞത് തുമാര ദിമാഗ്, എൻ്റെ ബ്രെയിന്, എൻ്റെ ആ തലച്ചോറുണ്ടല്ലോ, എൻ്റെ ഐഡിയ പ്രയോഗിക്കുന്ന ആ ഭാഗം, ആ തലച്ചോറിനാണ് എൻ്റെ തുമാര ദിമാഗ് ഖറാബ് ഹോ ഗയാ മുജേ ലഗ്താ ഹേ, എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് മനസ്സിലാവും ഏത് മുജേ ലഗ്താ ഹേ ആജ് ബാരിഷ് ഹോനാ ചാഹിയേ, ആജ് ബാരിഷ് ആ ജായേഗ, ഇന്ന് മഴ പെയ്യും. മുജേ ലഗ്താ ഹേ എനിക്ക് തോന്നുന്നത്, ഓൻ ഇന്ന് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. മുജേ ലഗ്താ ഹേ, അവിടെയും മുജേ ലഗ്താ ഹേ എന്നുള്ള ഉപയോഗിക്കുന്നുണ്ട്. മറ്റേത് തുമേ ക്യാ ലഗ്താ ഹേ, നിനക്കെന്താ തോന്നുന്നു എന്നുള്ളത്. തുമേ ക്യാ ലഗ്താ ഹേ എന്നാണ് നേരത്തെ ഉദാഹരണത്തിൽ കണ്ടിരിക്കുന്നത്. അപ്പോൾ ദിമാഗ് ഖറാബ് ആയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ബ്രെയിനിനാണ് തകരാറായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് ഓൻ കള്ളത്രമൊന്നുമല്ല പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ ആ ഭാഗം കഴിഞ്ഞു. ഇനി അടുത്ത ഞാൻ എഴുതിയിരിക്കുന്ന സെൻറ്റൻസ് നോക്കൂ. അപ്നാ ഖ്യാൽ റക്കന. അതായത് ഇവർ പറഞ്ഞതിന് ശേഷം മറ്റവനിക്ക് ദേഷ്യം പിടിച്ച് ഓനങ്ങ് പോയി. അപ്പം പോകുന്ന സമയത്ത് പറയാണ്, എൻ്റെ സുഹൃത്താണല്ലോ പോകുന്നത്, എടോ ഒന്ന് ശ്രദ്ധിച്ച് പോണേന്ന് പറയുന്ന സമയത്താണ് നമ്മളെന്ത് പറയുന്നത്, സമാൽ കെ ജാന, അല്ലെങ്കിൽ എന്താണ് അപ്നാ ഖ്യാൽ റക്കന, നീ ഒന്ന് ശ്രദ്ധിച്ച് പോണേന്ന് പറയുന്ന സമയത്താണ് അപ്നാ ഖ്യാൽ റക്കന എന്ന് പറയുക. പോകുന്ന സമയത്തൊക്കെ നമ്മൾ ആരെങ്കിലും പോകുന്ന സമയത്ത് നമ്മൾ അതിന് അവനോട് പറയാണ്, നീ ശ്രദ്ധിച്ച് പോണേ, നീ ഒന്ന് തടി ശ്രദ്ധിക്കണേ എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് അപ്നാ ഖ്യാൽ റക്കന എന്നാണ് പറയുക. അപ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം, അപ്നാ ഖ്യാൽ റക്കന, അപ്നാ ഖ്യാൽ റക്കന, നീ എൻ്റെ സ്വന്തം ഒന്ന് ശ്രദ്ധിക്കണേ, ഖ്യാൽ റക്കന എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കണേ, സൂക്ഷിക്കണേ എന്നൊക്കെ ഉള്ളതിനാണ് ഖ്യാൽ റക്കന എന്ന് പറയുന്നത്. സംഭാൽ കെ ജാന, സംഭാൽ കെ ജാവോ, അല്ലെ സംഭാൽ കെ ജാന, ഒന്ന് ശ്രദ്ധിച്ചിട്ട്, അവൻ സംഭാൽ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക എന്നൊക്കെ ഉള്ളതാണ്. സംഭാൽ കെ ജാന, ശ്രദ്ധിച്ചിട്ട് പോണേ എന്നൊക്കെ പറയുന്ന സമയത്താണ് ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത്. പോകുന്ന സമയത്ത് നമുക്ക് പറയാം, നമ്മളെ ചെക്കനോട് മാത്രമല്ല, നമ്മളത് ഒരു ഉപ്പ മോനോട് പറയുന്ന സമയത്ത് അപ്നാ ഖ്യാൽ റക്കന, നീ ഒന്ന് ശ്രദ്ധിക്കണേ, നീ എൻ്റെ ശ്രദ്ധിച്ച് പോണേ എന്നൊക്കെ പറയുന്ന സമയത്താണ് അപ്നാ ഖ്യാൽ റക്കന എന്ന് പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ഈ 2 പിക്ചറോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. പുതിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ, ഇൻഷാ അല്ലാഹ്.